കോൺഗ്രസും യു ഡി എഫും ഉള്ള തെരഞ്ഞെടുപ്പാണത്. ഒരു കോൺഗ്രസ്സുകാരനും ഒരു യു ഡി എഫുകാരനും ഇത്രയും വലിയൊരു പോരാട്ടത്തിൽ, അത് പിണറായി വിജയൻ ഗവൺമെൻറ്റിനെതിരെയുള്ള ഒരു വലിയ പോരാട്ടത്തിൽ മാറിക്കാൻ കഴിയില്ല. വി എസ് ജോയി തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യ ഘട്ടം മുതൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ ഒരുക്കം തുടങ്ങിയതാണ്. അന്ന് ഞങ്ങളുടെ യു ഡി എഫിൻ്റെ ലീഡേഴ്സാണ് വി എസ് ജോയി, അതുപോലെ തന്നെ ഇസ്മായിൽ മൂത്തേട ഉൾപ്പെടെയുള്ള ആളുകൾ, ഷൗക്കത്ത് ഉൾപ്പെടെയുള്ളവരെ ഞങ്ങൾ ഒരുമിച്ചാണ് ഇവിടെ കമ്മിറ്റികൾ കൂടിയത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതിന് ശേഷം ഒരുമിച്ചാണ്, സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് ശേഷം ഒരുമിച്ചാണ്, അവസാനം വരെ ഒരുമിച്ചാണ്. നിങ്ങൾ കുറേ മാധ്യമങ്ങൾ പറഞ്ഞിരുന്നു ഇവിടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ യു ഡി എഫിൽ പൊട്ടിത്തെറി ഉണ്ടാകുന്നു. ഒരു പൊട്ടിത്തെറി ഉണ്ടായില്ലോ. ഏറ്റവും നല്ല രീതിയിൽ സ്ഥാനാർത്ഥി നിർണ്ണയം കഴിഞ്ഞു. സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നതിന് എല്ലാവരും ഒരു മനസ്സോടു കൂടി നിന്നു. അത് 23-ാം തീയതി അതിൻ്റെ റിസൾട്ടും ഉണ്ടാവും. ഞാൻ അതിനെക്കുറിച്ച് എത്ര മറുപടി പറഞ്ഞാലും അദ്ദേഹത്തിൻ്റെ വി വി പ്രകാശിൻ്റെ ഭാര്യയും മകളും പറഞ്ഞ മറുപടിയോളം ഒരു മറുപടി പറയാൻ എനിക്കാവില്ല. അതിനപ്പുറത്ത് വേറെ മറുപടിയില്ല. ഇന്ന് തന്നെയാണല്ലോ 1:03 പറഞ്ഞത്. വി വി പ്രകാശ് ഞങ്ങളുടെ ഒക്കെ സഹപ്രവർത്തകനായിരുന്നു. KSU യൂത്ത് കോൺഗ്രസ്സിലൊക്കെ ഒരുമിച്ച് പ്രവർത്തിച്ച് പിന്നെ DCC പ്രസിഡൻ്റായ ആൾ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച വ്യക്തിയാണ്. അകാലത്തിലാണ്, അപ്രതീക്ഷിതമായിട്ടാണ്, ഞങ്ങൾക്കൊക്കെ ഇപ്പോഴും അതിന് മനസ്സിൽ വേദന ഉണ്ടാക്കുന്നൊരു കാര്യമാണ് അദ്ദേഹം വിട്ടുപോയത്. പക്ഷെ ആ കുടുംബം വി വി പ്രകാശ് ഉയർത്തിപ്പിടിച്ച പാർട്ടിയോടുള്ള സ്നേഹം, ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത ഒരു സമീപനമാണ് എന്നും പാർട്ടിയുടെ കാര്യത്തിൽ വി പ്രകാശിനുണ്ടായിരുന്നു. അത്രയും നല്ലൊരു പാർട്ടി പ്രവർത്തനമായിരുന്നു അദ്ദേഹം. ആ ഒരു വി വി പ്രകാശിൻ്റെ പാർട്ടിയോടുള്ള കമ്മിറ്റ്മെൻറ്റ് അത് ആ കുടുംബത്തിന് ഇപ്പോഴും ഉണ്ട് എന്ന് ആ കുടുംബം തെളിയിച്ചിരിക്കുകയാണ്. പാർട്ടിക്ക് ഞാൻ പറയട്ടെ, KPCCക്ക് പ്രത്യേകം അവരുടെ കടപ്പാടുണ്ട് എന്ന് പറയുന്ന സന്ദർഭം ഞാൻ വിനിയോഗിക്കുക. നിങ്ങൾ പറഞ്ഞല്ലോ, ഒരു വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒന്നും ഉണ്ടാക്കിയില്ല എന്ന് മാത്രമല്ല, കോൺഗ്രസിനെയും UDFനെയും ശക്തിപ്പെടുത്തുന്ന വാക്കുകളായിരുന്നു അവരുടേത്. 2 പ്രാവശ്യമാണ് അവർ മാധ്യമങ്ങളെ കണ്ടതായിട്ട് ഞാൻ ഓർക്കുന്നത്. ആ 2 പ്രാവശ്യം പാർട്ടിയോടുള്ള അവരുടെ ഒരു ആത്മാർത്ഥതയും താല്പര്യവും അവർ പ്രകടിപ്പിക്കുകയും ചെയ്തു. അവരുടെ ആ ഒരു കാര്യത്തിൽ മറ്റൊരു മറുപടിയും അതിനകത്ത് ആവശ്യമില്ല. അതിനകത്ത് ഞങ്ങളുടെ സ്റ്റാർ ക്യാമ്പയിനേഴ്സിനകത്ത്, താരപ്രചാരകർക്കകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് അദ്ദേഹം ലിസ്റ്റിലുണ്ട്. അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആവേശം നൽകുന്ന കാര്യമാണ്. ഒരിക്കലും ഒരാളെയും കോൺഗ്രസിനകത്തോ മുസ്ലിം ലീഗിനകത്തോ അല്ലെങ്കിൽ UDFനകത്തോ ഒരു നേതാക്കളെയും ബോധപൂർവം മാറ്റി നിർത്താനുള്ള ഒരു ശ്രമവും ഉണ്ടായിട്ടില്ല. അത്രയും ഞാൻ ഇപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നു. ഞാൻ പറഞ്ഞല്ലോ, അതിനകത്ത് ഞങ്ങൾ അദ്ദേഹം വരുന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ആളുകളാണ്. അത്ര അതിനെക്കുറിച്ച് ഇപ്പോൾ പറയുന്നു. അല്ല, അതിനകത്ത് പല കാര്യങ്ങളുണ്ട്. പല നേതാക്കളും വരുമ്പോൾ ഞങ്ങൾ അറിയിക്കും, തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അറിയിക്കും, ലീഡേഴ്സ് വരുമ്പോൾ അവർക്കുള്ള പാർട്ടി മീറ്റിങ്ങുകളോ കുടുംബയോഗങ്ങളോ പബ്ലിക് മീറ്റിങ്ങോ അതുമായി ബന്ധപ്പെട്ട എന്താണോ എന്നുള്ളത് പ്രോഗ്രാം ചെയ്യുന്നത് ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയാണ്. ആ പ്രോഗ്രാം ചെയ്ത് അവരറിയിക്കും, ഇത്ര പ്രോഗ്രാമിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം, ഇത്ര പ്രോഗ്രാം നിങ്ങൾക്കുണ്ട്, എത്ര ദിവസമാണോ നിങ്ങൾ ചിലവഴിക്കുന്നത് അത്രയും ദിവസം പ്രോഗ്രാം കൊടുക്കും. അങ്ങനെയാണ് അതിൻ്റെ ഒരു നടപടിക്രമം. ചുമതല ഉണ്ടായിരുന്നു. MP-മാർക്ക്, MLA-മാർക്കുണ്ടായിരുന്നു, MP-മാർക്കുണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. എന്താ അതിന് തർക്കം വല്ലതും ഉണ്ടോ? ചാണ്ടി ഉമ്മൻ ഒരു പഞ്ചായത്തിൽ, എടക്കര പഞ്ചായത്തിൽ അദ്ദേഹത്തിന് ചുമതല അവിടെയായിരുന്നു. എടക്കര പഞ്ചായത്തിൽ മാത്രം കേന്ദ്രീകരിച്ച് പ്രവർത്തനം കൊടുത്തു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലിയിൽ അദ്ദേഹം ഏതാണ്ട് 3000-ഓളം വീടുകൾ കയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും ഒരു മാതൃകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് അഭിനന്ദിക്കൽ എന്താ തെറ്റുള്ളത്? ഒരു തെറ്റുമില്ല.
എല്ലാവരും അഭിനന്ദിച്ചിട്ടുണ്ട്. അങ്ങനെ സെലക്ട് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അതിന് മൊത്തം ലിസ്റ്റ് എടുത്തിട്ട് പറയണം. അവരഭിനന്ദിച്ച് പാർട്ടിയുടെ ഭാഗമാണ്, കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടുള്ളവരാണ് അഭിനന്ദിച്ച്, UDFൻ്റെ ഭാഗമായിട്ടുള്ളവരാണ് അഭിനന്ദിച്ചത്. അതിനകത്തൊന്നും മറ്റൊന്നുമില്ല. കാരണം 3000 വീട് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലല്ല, മറ്റൊരു മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോയിട്ട് 3000 വീടുകൾ കയറി ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. അദ്ദേഹം മാത്രമേ അത് ചെയ്തുള്ളൂ. എല്ലാവരും പ്രവർത്തിച്ചിട്ടുണ്ട് ഓരോ ശൈലിയിൽ. പക്ഷേ അദ്ദേഹം തിരഞ്ഞെടുത്ത ശൈലി ഈ രീതിയിലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യസ്തത ഉള്ളതുകൊണ്ട് ഒരു അഭിനന്ദനം കൊടുക്കുന്നതിൽ എന്താ തെറ്റുള്ളത്? ഞങ്ങൾ ആദ്യം പറഞ്ഞിട്ടുണ്ട് ഇവിടെ, അതിനകത്ത് ഞങ്ങൾ മാറ്റുന്നില്ല. UDFും LDFും തമ്മിലാണ് ഇവിടെ മത്സരം എന്നാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതിൽ നിന്ന് ഞങ്ങൾ